ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. പാതിവില തട്ടിപ്പിനിരയായവർ നിലമ്പൂരിൽ യോഗം ചേർന്നു. പരാതി നൽകിയിട്ടും നിലമ്പൂർ പോലീസ് നടപടി എടുത്തില്ലെന്നും പരാതിക്കാർക്ക് രസീറ്റ് പോലും നൽകിയിട്ടില്ലെന്നും ഇരകൾ ആരോപിച്ചു. നിലമ്പൂർ ഓസ്വാൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിലാണ് സ്കൂട്ടർ ഉൾപ്പെടെ പാതിവിലയ്ക്ക് വാഗ്ദാനം നൽകി ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയത്. 125ലേറെ പേർ പരാതി നൽകിയെങ്കിലും മലപ്പുറം സ്വദേശി നെജ്ലയുടെ പരാതിയിൽ മാത്രമാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തതെന്നും ഇവർ പറഞ്ഞു. എന്നാൽ സമാന പരാതികളായതിനാലാണ് ഒരു പരാതിയിൽ മാത്രം കേസെടുത്തതെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. നിലമ്പൂർ പോലീസ് തനിക്കെതിരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് ബിനോയ് പാട്ടത്തിൽ നേരത്തെ പറഞ്ഞതായും ഇരകൾ പറഞ്ഞു. ഞാൻ ഏപ്രിൽ 8-ാം തീയതിയാണ് പൈസ അടച്ചത്. 63,000 രൂപ ഞാൻ ബൈക്കിന് വേണ്ടിയിട്ടാണ് അടച്ചത്. 3 മാസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 6 മാസത്തോളം ഞങ്ങളൊന്നും ക്ഷമിച്ചും മിണ്ടാതെന്നു. 3 മാസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ച് നേരം വൈകും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതൊക്കെ അങ്ങനെ 6 മാസത്തോളം വൈകിട്ടായതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു 6 മാസത്തോളം വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ബിനോയ് പാട്ടത്തിലിനെ പോയി കണ്ട് സംസാരിച്ചു. ഞങ്ങൾക്ക് ഇനിയും വൈകിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പം അയാൾ പറഞ്ഞു കുഴപ്പമില്ല, കേസ് കൊടുത്താലും ഞങ്ങൾക്ക് വാദിക്കാൻ വലിയ വലിയ വക്കീൽമാരുണ്ട്, നിങ്ങൾ കേസ് കൊടുത്തെന്ന് വെച്ചിട്ട് ഞങ്ങൾക്കൊന്നും വരാനില്ല എന്നാണ്. അതോടുകൂടെ പിന്നെ ഞങ്ങളെ പൈസ അയാളെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾ പേടിച്ചു. അന്ന് ഞങ്ങൾ അങ്ങനെ തന്നെ പോന്നു. പിന്നെ അയാൾ ഇതേപോലെ ഓരോ മാസവും വൈകി അടുത്ത മാസം ഫസ്റ്റ് കിട്ടും അല്ലെങ്കിൽ അടുത്ത മാസം ലാസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ വൈകി. അങ്ങനെ ഒരു കഴിഞ്ഞ മാസം ജനുവരിയിലാണ് പിന്നെ ഞങ്ങൾക്ക് അനന്തകൃഷ്ണനെ പിടിച്ചു എന്നുള്ള ഒരു ന്യൂസ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇയാളെ വിളിച്ചു നോക്കി, ഇങ്ങനെ നിങ്ങളെ മേലെ ഉള്ള ആളെ പിടിച്ചു എന്നുള്ള ന്യൂസ് കണ്ടല്ലോ, ഞങ്ങളെ പൈസ. ഇപ്പോൾ കേസ് ക്രൈംബ്രാഞ്ചിന്റെ മേൽനോട്ടത്തിലാണെന്ന് പറഞ്ഞ് നിലമ്പൂർ പോലീസ് കൈയൊഴിയുകയാണെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ കഴിഞ്ഞ 6-ാം തീയതിയാണ് ഈ ബിനോയ് പാട്ടത്തിലിൻ്റെ പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പരാതി കൊടുത്തതിനുള്ള അവർ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്താലുള്ള പേപ്പർ തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് പേപ്പറൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും മിനിയാന്ന് ഞങ്ങൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവരോട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് എന്താ ഇത്രയും നിലമ്പൂരിൽ നിന്ന് ഇത്രയും പരാതി കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനൊരു ആക്ഷൻ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പൈസ കൊടുത്തത് എന്നാണ് നിലമ്പൂർ സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല, പക്ഷേ ഇവിടുത്തെ സുനിൽ സാറും പിന്നെ മുനിസിപ്പാലിറ്റി ചെയർമാനും അവരൊക്കെ നിന്നിട്ടല്ലേ സ്ത്രീകൾക്കുള്ള സഹായമാണ്, നിങ്ങളെല്ലാവരും ഇതിൽ പങ്കെടുക്കണം, നിങ്ങളെല്ലാവരും ഇതിൽ ഉൾപ്പെടണം, നിങ്ങൾക്കൊക്കെ ഒരു സഹായമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും പൈസ അവരും കൂടി ചേർന്നൊരു പരിപാടിയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങളൊക്കെ പൈസ കൊടുത്തത്. പക്ഷേ പൈസ കൊടുത്തിട്ട് വഞ്ചിതരായതിനെക്കാട്ടിലും ഞങ്ങൾക്ക് വിഷമാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇത്രയും വ്യക്തികൾ ഒരു ബിനോയ് പാട്ടത്തിൽ എന്ന് പറഞ്ഞ ആളെ പേരിൽ കൊടുത്തിട്ടും അവർക്കെതിരെ ഒരു നടപടിയില്ലാത്തത്. ഞങ്ങൾ വ്യക്തമായിട്ട് അവിടുത്തെ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ഞങ്ങൾ അവരെ പുറകെ തന്നെയാണ്, പക്ഷേ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിലമ്പൂർ പോലീസിന് ഇത്രയും ചെറിയൊരു കേസ് കിട്ടിയാൽ പിടിക്കാൻ കഴിയാത്തായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടല്ലല്ലോ, നിങ്ങളൊക്കെ പാടെ പോടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ആക്ഷൻ എടുക്കണമെങ്കിൽ തന്നെ അതിന് മുകളിൽ നിന്നുള്ള അധികാരികൾ പറഞ്ഞാലേ അതിന് പറ്റുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ 2 വണ്ടീൻ്റെ പൈസയും ഒരു അഗ്രികൾച്ചറിന് ഒരു 2,000 രൂപയും കൊടുത്തിട്ടുണ്ട്. ആദ്യം 63 കൊടുത്തു, പിന്നെ ഒരു 30 കൊടുത്തു, പിന്നെ അതിന് ബാക്കി പിന്നെ 2,000 ഉണ്ട് പറഞ്ഞു അഗ്രികൾച്ചറിന്. അഗ്രികൾച്ചറിന് 2,000ലേക്ക് 1,000 കൊടുത്തു, പിന്നെ ഒരു 1,000 കൊണ്ടേ കൊടുത്തു. ഈ സംഭവം ഇങ്ങനെ പകുതി കൊടുത്തപ്പോഴും സ്കൂട്ടർ, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, സൈക്കിൾ എന്നിവയുടെ പേരിലായിരുന്നു തട്ടിപ്പ്. സ്വർണം പണയം വെച്ചും വായ്പ മേടിച്ചും സ്കൂട്ടറിനുൾപ്പെടെ പണം നൽകിയവരാണ് കബളിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ സ്കൂട്ടറിനും പാതിവിലയ്ക്കു പുറമെ ബിനോയ് കമ്മീഷനിൽ 3,000 രൂപയും തന്റെ കാർമിക സൊസൈറ്റിയുടെ പേരിൽ 2,000 രൂപയും വാങ്ങിയിട്ടുണ്ട്. വെള്ള പേപ്പറിൽ ബിൽ നൽകി പണമായാണ് ബിനോയ് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഇരയല്ല, ആരും പറയാം, ഇരകൾക്ക് വേണ്ടി നിയമസഹായം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പൗരാവകാശ പ്രവർത്തകർ ഞങ്ങൾ ഇവരെ വിഷയം ഏറ്റെടുത്ത് വന്നാണ്. അവർ വിളിച്ചതനുസരിച്ച് അവരുടെ വിഷയങ്ങൾ ഇടപെടാനും അവർക്ക് വേണ്ട നിയമസഹായം ചെയ്യാനും വേണ്ടി വന്നതാണ്. അപ്പം ഇവിടെ ഇത് കേരളത്തിൽ എല്ലായിടത്തും ഈ വിഷയങ്ങളുണ്ട്. അപ്പം മലപ്പുറം ജില്ലയിൽ തന്നെ പലയിടത്തും ഞങ്ങളിത് ഇടപെട്ടു. പോലീസ് കേസെടുത്തില്ല, കാര്യങ്ങളൊക്കെ ഇടപെട്ടു. ഇപ്പോൾ എല്ലാം കേസെടുത്ത് വരുന്നുണ്ട്. നിലമ്പൂരിലെ സ്ഥിതി വളരെ മോശമാണ്. ഇവരുടെ അടുത്ത് കാശ് വാങ്ങിയിരിക്കുന്ന ബിനോയ് പാട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് യാതൊരു അറിവില്ല, പോലീസ് അന്വേഷിക്കുന്നില്ല.
ഞങ്ങൾ ന്യായമായും ഞങ്ങളും ഇരകളും സംശയിക്കുന്നു. പോലീസിനും കൂടെ ഇതിനകത്ത് പങ്കുണ്ട്. കാരണം ഇവരെ വഞ്ചിച്ചത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ആൾക്കാരായ പോലീസും അതുപോലെ തന്നെ നിലമ്പൂർ സ്ഥലം MLAയും അതുപോലെ നഗരസഭാ ചെയർമാൻ ഇവരെല്ലാവരും കൂടി പൊതുപരിപാടി നടത്തി ഇവർക്ക് അനുകൂലമായിട്ട് ഇവരെ വായ് തോരാതെ ഇവർക്ക് അനുകൂലമായി പ്രസംഗിച്ച് അവരും കൂടെയാണ് ഇവരെ വെട്ടിലാക്കിയത്. ഇന്നും ആ CI തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ CI തന്നെ ഈ കേസ് അന്വേഷിക്കുന്ന വിരോധാഭാസം കൂടെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അത് ഞങ്ങൾ അറിയിക്കുന്നുണ്ട്. കാര്യം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി മാറ്റി നിർത്തേണ്ടതാണ്. അതും ചെയ്തിട്ടില്ല. പിന്നെ MLA ഇന്ന് MLA അല്ല. ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി വെക്കുന്നുണ്ട്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും ഈ ബിനോയ് പാട്ടത്തിലെ പരിപാടി ഉദ്ഘാടനം ചെയ്ത അതേ ആളുകളെ തന്നെ വെച്ചിട്ട് ഒരു പ്രതിഷേധ പരിപാടിയും കൂടെ ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങളും ക്ഷണിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.